ആപ്കി അദാലത്തിൽ കിരൺ ബേഡിയുടെ മേലുള്ള കുറ്റാരോപണം ഇവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. കിരൺ മേഡം, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് താങ്കൾ വെളിച്ചത്തിലേക്ക് വരുന്നു, മറ്റുള്ളവർ വരുന്നില്ലെന്നുള്ളതാണ്. ഏതൊരു IAS ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലും അവർ പറയുന്ന ഏറ്റവും വലിയ കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ കിരൺ ബേഡി ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലെന്നാണ്. അതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ താങ്കൾ ഈ കുറ്റാരോപണം അംഗീകരിക്കുന്നുണ്ടോ? അതെ, അംഗീകരിക്കുന്നു. അതുപോലെ എന്റെ ജഡ്ജി സാറും അംഗീകരിക്കും. കാരണം അദ്ദേഹം എന്റെ സീനിയർ ഓഫീസർ ആയിരുന്നു. ചില സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ കേൾക്കില്ല. പക്ഷേ നല്ല കാര്യം എന്താണെന്നാൽ ഒരുപക്ഷെ ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിക്കും. ഞാൻ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നില്ലെന്ന്, ഞാൻ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ലെന്നാൽ നിങ്ങൾ എന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കൂ. ഞാൻ റോട്ടിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയാവൂ. അവിടുത്തെ ടെമ്പറേച്ചർ എന്താണെന്ന് എനിക്ക് അറിയാവൂ. ഒന്ന് ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, അല്ലെങ്കിൽ എന്റെ ഒപ്പം എന്റെ കൂടെ വന്ന് നിൽക്കൂ. എന്നാലേ മനസ്സിലാകുന്നു പറയൂ. അപ്പൊ സമ്മതിക്കും. പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് സ്ഥിരമായിട്ട് ഒരിടത്തും ഇരിക്കാൻ സാധിക്കുന്നില്ല. അതല്ലേ ഇപ്പോഴും നടക്കുന്നത്? അതെ. മിസോറാമിൽ 1999 രായ്ക്ക് രാമാനൻ താങ്കൾ ബാഗ് എടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നു. ആ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നെന്നാൽ ഞാൻ അവിടെ പോയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ലാ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ മോശമായേനെ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നെന്നാൽ ചിലരൊക്കെ എന്റെ വീട് കത്തിച്ചു കളയുന്നതിനെ പേടിപ്പിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അവിടെയുള്ള DIG റേഞ്ചാണ്. DIG ആയുള്ള ഒരാളുടെ വീട് തന്നെ കത്തിച്ചാൽ, കാരണം ഞാനൊരു DIG, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അതായത് ഞങ്ങൾ എന്താ ഇവിടെ കായിക മത്സരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപക്ഷെ പോവുകയാണെങ്കിൽ ആ വീട് രക്ഷപ്പെടും, ആ തെരുവിന്റെ സമാധാനം തിരികെ കിട്ടും, എക്സെട്രാ എക്സെട്രാ. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഞാനൊന്ന് ചിന്തിച്ച് അവിടെ നിന്ന് മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ആ സീനിൽ നിന്നും പുറത്തു വന്നാലേ സിറ്റുവേഷൻ നോർമൽ ആകുമെന്ന് തോന്നി. അത്രത്തോളം തീവ്രമായിട്ട് താങ്കളുടെ മനസ്സിൽ എന്താ ഉള്ളത്? താങ്കൾ എവിടെ പോയാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ട സാഹചര്യമാണ്. താങ്കളുടെ ബുക്കിൽ താങ്കൾ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. താങ്കൾക്ക് തിഹാർ ജയിലിൽ പോസ്റ്റിംഗ് ലഭിച്ചപ്പോൾ അവിടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കാറില്ല. ഏതോ പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണ് തോന്നുന്നത്. അതെ, അത് നേരാണ്. ജയിൽ പോസ്റ്റിംഗിന് യാതൊരു പോലീസ് ഓഫീസറും എനിക്കറിഞ്ഞ് ഇതുവരെ പോകാൻ അവർ ആഗ്രഹിക്കില്ല. ഒരു നോർമൽ പോലീസിനെ പോലെ അല്ലാതെ അവിടെ ഭയങ്കരമായൊരു പോലീസായിരിക്കണം. അതുകൊണ്ട് അവിടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. പോയാലും നീണ്ടു നിൽക്കില്ല. രണ്ട് രീതിയിലുള്ളവരെ അവിടെ നിൽക്കൂ. ഒരുവിധം എന്താണെന്നാൽ ഡൽഹിയിൽ തന്നെ കഴിയണമെന്ന് വിചാരിക്കുന്നവർ, കാരണം അവർ ഡൽഹി വിട്ട് വേറെ എവിടേക്കും പോകരുതെന്ന് ആഗ്രഹിക്കും. രണ്ടാമത്തത് അവിടെ ഇരിക്കാനേ പാടില്ലെന്ന് കരുതുന്നവർ വേറെ എവിടെയെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ അടുത്ത് ഇരിക്കണമെന്ന് കരുതും. അവിടെ ചീഫ് മിനിസ്റ്റർ കാണും, ഹോം സെക്രട്ടറി കാണും, ചീഫ് സെക്രട്ടറി കാണും അവരോടൊപ്പം. പക്ഷെ അവിടേക്ക് പോകണമെന്ന് കരുതില്ല. ഒരുപക്ഷെ അവർക്ക് ആരുടെയെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ച് അവർ പോസ്റ്റിംഗ് മാറ്റും. സോ ഇതാണ് സത്യം. അവിടേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. അപ്പോൾ ഇക്കാര്യം സത്യമാണോ? ആരും പോകാത്ത ഒരു സ്ഥലത്തേക്ക് താങ്കൾ പോകാൻ വേണ്ടി 9 മാസം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത്? അതെ, അതും നേരാണ്. ഹോം മിനിസ്റ്റർ താങ്കൾക്ക് ഒരു പോസ്റ്റിംഗും നൽകാതിരുന്നു. അപ്പോൾ ഹോം മിനിസ്ട്രി വളരെ ബിസിയാണ്. അതിന് ഒരുപാട് സമയമെടുക്കും. അവർ ബിസിയായിരുന്നു. മാത്രമല്ല ഞാൻ അത്ര ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ല. ഭാഗ്യം 9 മാസം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. ആ 9 മാസത്തിൽ ഞാൻ ജയിൽ നിർവാഹം മനസ്സിലാക്കി. ഒരുപക്ഷെ ഹോം മിനിസ്റ്റർ താങ്കൾക്കൊരു ശിക്ഷ നൽകുന്നത് പോലുള്ള സ്ഥലം കണ്ടെത്താൻ വേണ്ടി കാത്തിരുന്നതായിരിക്കും. ചിന്തിക്കാൻ സമയമില്ല. അതായത് 9 മാസത്തിനു ശേഷം സർക്കാരിന്റെ അക്കൗണ്ട്സിൽ നിന്നും നേരിട്ട് തന്നെ ചോദിച്ചോ ഇവർക്ക് എന്തിനാണ് വെറുതെ സാലറി നൽകുന്നതെന്ന്. തീർച്ചയായും ഇവർക്ക് പണി നൽകണമെന്ന്. ആ സമയത്ത് ജയിൽ മാത്രമാണ് കാലിയായിരുന്നത്, അവിടെ എടുത്തിട്ടു. കിരൺ മേഡം, സത്യം എന്താണെന്ന് വെച്ചാൽ ഡൽഹി പോലീസിൽ ചില ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവർ മനഃപൂർവ്വമാണ് താങ്കൾക്ക് ഒരു പോസ്റ്റിംഗും നൽകാതിരുന്നത്. അത് നേരാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില അധികാരികൾ അവിടെ തന്നെ തുടർന്നിരിക്കണമെന്ന് കരുതി. കാരണം അവിടെ നിന്നും അവർ പോകാൻ ആഗ്രഹിച്ചില്ല. അതിൽ ഞങ്ങൾ രണ്ടുപേർക്കുമിടയിൽ ഒരു മത്സരവുമില്ല. അവരെ മാറ്റി നിർത്തുന്ന അളവിന് എന്റെ കൈവശം ഒരു ശക്തിയുമില്ല. അതുപോലെ അവരെ മാറ്റാൻ ഞാൻ ഒരു ശക്തിയും പ്രയോഗിക്കില്ല. ആരെവിടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനെ വിടും. അതുകൊണ്ട് ഞാൻ സമാധാനമായി കാത്തിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കൾ എവിടേക്ക് പോയാലും ശരി അവിടെയുള്ള IAS ഓഫീസർമാരുമായിട്ട് എന്തായാലും യുദ്ധം നടക്കും. നിങ്ങൾ എവിടെ വരുന്നത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി അടുത്ത് എന്താണെന്ന്. മേഡം, ചണ്ഡീഗഡിൽ സംഭവിച്ചത് ഞാൻ താങ്കളോട് പറയാം. ഇതാണ് ചോദിക്കാമെന്ന് എനിക്കറിയാം. 41 ദിവസത്തിനുള്ളിൽ തിരിച്ച് ഡൽഹിയിലേക്ക് താങ്കൾക്ക് വരേണ്ടി വന്നു. കാരണം താങ്കൾ ഫൈറ്റ് ചെയ്തത് ഹോം സെക്രട്ടറിയോടാണ്. യെസ്, ശരിക്കും അതൊരു ഫൈറ്റാണ്. എനിക്കറിഞ്ഞ് ശരിക്കുമുള്ള ഫൈറ്റാണെന്നാൽ അതാണ്. കാരണം അദ്ദേഹം 15 ദിവസത്തിനകം തന്നെ, ഞാൻ 15 ദിവസത്തിനകം ചണ്ഡീഗറിലേക്ക് പോയതും തന്നെ 15 ദിവസത്തിൽ തന്നെ 10 വർഷത്തിന്റെ എൻക്വയറി ബേസായി വെച്ചുകൊണ്ട് ഒരേ സമയത്ത് അദ്ദേഹം എന്റെ 3 സീനിയേഴ്സ് ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. പിന്നെ എന്നോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല.
കാരണം ഞാൻ അവിടേക്ക് പുതിയതാണ്, എനിക്കൊന്നും തന്നെ അറിയില്ല. എനിക്ക് അധികം ഒരു ധൈര്യം പോലും നൽകിയില്ല. ചണ്ഡീഗഡ് ഒരു ചെറിയ പോലീസ് നിർവാഹമാണ്. പെട്ടെന്ന് തന്നെ 3 സീനിയർ ഓഫീസറിനെ സസ്പെൻഡ് ചെയ്ത് അത് ആദ്യം ന്യൂസ് പേപ്പറിലാണ് വന്നത് അവർ സസ്പെൻഡ് ആയെന്നുള്ള കാര്യം. ഒരു IG ആയിട്ട് പോലും എനിക്ക് അതിനുശേഷം അറിയാവൂ. അതും എങ്ങനെ? സസ്പെൻഡ് ആയവർ വന്ന് എന്നോട് പറഞ്ഞു, മേഡം ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്ന്. ഞാൻ ചോദിച്ചു, എങ്ങനെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്ന്? എന്നോടും പറയണം, കാരണം ഞാൻ ഇവിടുത്തെ IG ആണ് ഈ ഫോഴ്സിൽ. 5000 പോലീസിന് ഞാൻ ലീഡ് ചെയ്യുകയാണ്. അല്ല മേഡം ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു എന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഓർഡർ വന്നില്ല എന്ന്. അവര് പറഞ്ഞു ഇനിയാണ് നിങ്ങൾക്ക് ഓർഡർ വരിക എന്ന്. ആദ്യം ന്യൂസ് പേപ്പറിൽ വന്നു, അതിനുശേഷമാണ് എനിക്കറിഞ്ഞത്. അതെനിക്ക് അംഗീകരിക്കാനായില്ല, ഒട്ടുമായില്ല. ശരിക്കും അത് തെറ്റാണ്. അത് സഹിക്കാൻ പറ്റാത്ത ജനങ്ങൾ താങ്കൾക്ക് വേണ്ടി റോഡിലിറങ്ങി പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അത് സത്യമല്ല. നടന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇത് നേരല്ല. ഞാൻ ഒരു പ്രക്ഷോഭവും നടത്തില്ല. എനിക്കതിൽ ഇൻട്രസ്റ്റുമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അവിടെ നടന്നത് ശരിക്കും നിയമലംഘനമാണ്. അതായത് നിങ്ങൾ നോക്കിയാൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഞാനൊരു ഇൻസ്പെക്ടർ ജനറലായിട്ട് എന്റെ ഓരോ കഷ്ടമായ ജോലികളും മേലുദ്യോഗസ്ഥരോട് ഞാൻ പറയുന്നു. അങ്ങനെയിരിക്കെ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ അവരോടൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അർത്ഥം? പക്ഷേ താങ്കൾക്കൊരു അനീതി സംഭവിച്ചപ്പോൾ താങ്കൾക്ക് വേണ്ടി ആരാണ് വന്നത്? ആ ദൈവം തന്നെയാ. ദൈവമുണ്ട്, എന്റെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ട് എന്നോടൊപ്പം. എല്ലാരും ഒരേപോലെ ഇരിക്കണമെന്ന് ആവശ്യമില്ല. എനിക്ക് നല്ല അധികാരികളെയും കിട്ടി. വേദ് മാർവ സർ വന്നു, കൗശൽ സാർ ഇവിടെ ഇരിക്കുന്നു, ഗൗതം കാൾ സാർ വന്നു, PR രാജഗോപാൽ സാർ വന്നു, JN ചതുർവേദി സാർ വന്നു, പിന്നെ RK അജയ്രാജ് ശർമ്മ സാർ വന്നു. അതായത് താങ്കൾക്ക് സപ്പോർട്ട് ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരാണ് പറയുന്നത്. പക്ഷേ ബിൽ ക്ലിന്റൺ താങ്കളെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ച സമയത്ത് അത് എതിർത്ത ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. അത് നോക്കിയാൽ പോലീസ് ഓഫീസേഴ്സ് അല്ല തടഞ്ഞത്, വേറൊരാളാണ് തടഞ്ഞത്. അത് ആരാണ്? IAS ഓഫീസറാണോ? IAS ഓഫീസർ? അത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഒരുപക്ഷെ താങ്കൾ പേര് പറയാതെ രക്ഷപ്പെടാമെന്ന് നോക്കുകയാണോ? അങ്ങനെയൊന്നുമല്ല. ഒരാൾ ഇല്ലാത്തപ്പോൾ അവരെ കുറിച്ച് സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഇത് ആവശ്യമില്ലാത്ത കാര്യം, പോകേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും. നിങ്ങൾ അദ്ദേഹത്തെ ഇവിടെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയില്ല. പക്ഷേ ഈ കാര്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് IAS ഓഫീസേഴ്സിനും IPS ഓഫീസേഴ്സിനും നടുവിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. IAS IPS ഉദ്യോഗസ്ഥന്മാരെ മുന്നേറാൻ വിടുകയേയില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. രണ്ടുപേരുടെ കാഴ്ചപ്പാടും വ്യത്യാസമായിരിക്കും. അത് സത്യമാണ്. അതായത് ഞങ്ങളുടെ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരും കാണും. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സിനോടൊപ്പം വളരെ ക്ലോസ് ആയി ജോലി ചെയ്യും. എപ്പോഴും ഞങ്ങളൊരു ഡിറ്റാച്ച് വ്യൂവിലായിരിക്കും. അവർ ഓഫീസിലിരുന്നാണ് ജോലി ചെയ്യുക. ഞങ്ങൾക്കറിഞ്ഞ അളവിന് അവർക്ക് ഫീൽഡിനെ കുറിച്ച് അറിയില്ലായിരിക്കും. സോ നാച്ചുറലി 2 കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തീർച്ചയായും പ്രശ്നം വരും. നടക്കുന്നുമുണ്ട്, അല്ലായുമായിരിക്കാം. സോ ഇത് രണ്ടിനും സാധ്യതയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇത് രണ്ടും തന്നെ നടന്നിട്ടുണ്ട്. അതായത് താങ്കൾ ഏത് പോസ്റ്റിംഗിലേക്ക് പോയാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഓരോ പോസ്റ്റിംഗിലും താങ്കളെ ആരെങ്കിലുമൊക്കെ തടയാറുണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്ത് താങ്കൾ എങ്ങനെയാണ് വരുന്നത്? ദൈവസഹായം കൊണ്ട്. ഒന്ന് നന്നായി ഓർമ്മ വെച്ചോളൂ, നമ്മൾ എപ്പോഴും കസേരയിൽ തന്നെ ഇരിക്കണമെന്ന് കരുതാതിരുന്നാൽ ഒരു പ്രശ്നവും ഉണ്ടായില്ല. എനിക്കെപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് കസേര തീരെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ അതിനെ കെട്ടിവെക്കുകയാണ്. എനിക്ക് കസേരയിൽ നിന്ന് ദൂരെ നിൽക്കുന്നതാണ് ഇഷ്ടം. ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. സോ അതായത് നമ്മൾ ഒരേ കാര്യത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കണമെന്ന് കരുതിയാൽ പറയണമെങ്കിൽ അത് വളരെ കഷ്ടമാണ്. പറ്റിപ്പിടിച്ചില്ലെങ്കിൽ അത് നമ്മുടെ പുറകെ വരും. നിങ്ങൾ ഇതിലൊന്ന് ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്.